ഹലോ, ഇന്ന് സുധാ മേനോൻ ഒരു ടേസ്റ്റി ഓലൻ. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓലന്മാരിയല്ല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ്. ഓലൻ എന്ന് പറയുമ്പോൾ പല വിധത്തിൽ വെള്ളപ്പയറും കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടാക്കും, കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും കൂടി ഉണ്ടാക്കും. പിന്നെ നമ്മൾ മത്തനും കുമ്പളങ്ങയും കൂടി ഉണ്ടാക്കും. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓലനാണ്. സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറയാനില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് പറയാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് കുമ്പളങ്ങ, നല്ല നാടൻ കുമ്പളങ്ങ. ഇതൊരു കഷ്ണം. ഇതൊരു കഷ്ണം പപ്പായ. ഏറ്റവും നല്ല സാധനമാണ് ഇത് രണ്ടും. പിന്നെ ഒരു 4-5 പയർ, അച്ചിങ്ങ. ഇതിനൊക്കെ കൊഴുപ്പ് കൂട്ടണമെങ്കിൽ ചെറിയൊരു സാധനം വേണം. ചക്കക്കുരു ആഡ് ചെയ്താൽ വളരെ നല്ലതാണ്. ചക്കക്കുരു ഇപ്പോൾ കിട്ടാനില്ല, അതുകൊണ്ട് ഒരു പൊട്ടറ്റോ. ഇത് വെച്ചിട്ട് ഇതെല്ലാം മുറിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതെല്ലാം മുറിച്ചു. ഇതുണ്ടോ, കുമ്പളങ്ങ നമ്മൾ സാധാരണ ഓലിനെ മുറിക്കണ മാതിരി പയറിനെ ഇതങ്ങനെ നീളമായിട്ട് കട്ട് ചെയ്തു. പപ്പായ വളരെ നേരിയതായിട്ടാണ് കട്ട് ചെയ്തിരിക്കണേ. പിന്നെ പൊട്ടറ്റോ കണ്ടോ, എല്ലാം ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഇതെല്ലാം പാത്രത്തിലേക്ക് ഇട്ടു. ഇങ്ങനെ കുറച്ച് എരിവുള്ള പച്ചമുളകാണ് നല്ലത്. വേറെ ഒരു എരിവും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള കുറച്ച് പച്ചമുളക്, ഇതിവിടെ വല്ല കാന്താരി മുളക് അല്ല അത്, പക്ഷെ നല്ല എരിവുള്ള 4 മുളക്. 4 മതി എന്നാണ് ഞാൻ വിചാരിക്കണേ. നോക്കാം. കുറച്ച് ഉപ്പ്, ഉപ്പ് വേണോ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. എന്നിട്ടൊരു കഷ്ണം ഇഞ്ചി ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഇഞ്ചി ഇടുകയാണ്. എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. അവർ കണ്ണൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അവർ ഇത് എല്ലാ പച്ചക്കറിയൊന്നും ചേർക്കാറില്ല, എങ്കിലും അവർ ചക്കക്കുരു ഇട്ടിട്ടാണ് ചെയ്യുക. പക്ഷെ ഞാൻ അതിന് പകരം ഇവിടെ ചക്കക്കുരു കിട്ടാറുണ്ട്, ഉരുളക്കിഴങ്ങിടുന്നു. എന്നിട്ടിങ്ങനെ ഇഞ്ചി ഇങ്ങനെ നേരിയതായിട്ട്. ഇഞ്ചി ഇല്ലാണ്ട് ഞാൻ ഇട്ട് നോക്കി, പക്ഷെ അതും ടേസ്റ്റ് ഉണ്ട്. അത് പെട്ടെന്ന് ഒരു സിമ്പിൾ കറി. അതെന്താ പറയുക, ഈ എരിവും മസാലയൊന്നും ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക്. പക്ഷെ എനിക്കത് ഇഷ്ടക്കേടുകൊണ്ടൊന്നുമല്ല, പക്ഷെ എനിക്കിതിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നല്ല ചൂടോടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇനി ഇതൊന്ന് കിടന്ന് വേവട്ടെ. ഇപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് വെന്തിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ എല്ലാ പച്ചക്കറിയും വെന്തു. ഞാൻ അതിനെ പാനിൽ നിന്ന് മാറ്റി. എന്താ വെച്ചാൽ ഈ പപ്പായ ഓരോന്ന് നമ്മൾ കിട്ടുന്നത് നല്ല കടുകടുന്നുള്ള പപ്പായയാണ്, വേഗം വേവാൻ പണി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ കുക്കറിൽ വെച്ചു. എടുത്ത് മാറ്റിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു സ്റ്റീം വരുമ്പോഴേക്കും അതിനെ ഓഫ് ചെയ്തു. അപ്പോൾ അത് നന്നായി മിക്സായി കിട്ടി, ഉരുളക്കിഴങ്ങും പപ്പായയും. ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ശരിക്ക് എടുത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഞാൻ സിമ്മിലാക്കിയിട്ട് 1, 2 ആഡ് ചെയ്തു. ഒരുപാട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇത് കഴിക്കാറാകുമ്പോഴേക്കും എന്തായാലും ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നല്ല കരുവേപ്പിൻ്റെ ഇല കാശൊക്കെ ഇട്ട് അതങ്ങനെ ഇട്ടു. നല്ല മണം വരും. എന്നിട്ട് ഇതിനെ അങ്ങനെ വേഗം വെളിച്ചെണ്ണ കൂടി 1 സ്പൂൺ ഒഴിക്കുകയാണ്. ഉടനെ ഇതിനെ അടച്ച് വയ്ക്കുക, അതിൻ്റെ മണം പോവാതിരിക്കാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ഓലനെ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഒരു 4 കഷ്ണമുണ്ട് ഇതിൽ. എന്താ വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ വെള്ളപ്പയർ വേണമെങ്കിൽ ചേർക്കാം,
പക്ഷേ ഞാൻ ഈ 4 കറി പച്ചക്കറിയായിട്ട് ടച്ച് ചെയ്തിരിക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ പാചകങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ലൈക്ക് തരിക, കമൻസൊക്കെ ഇടുക, ഉണ്ടാക്കി നോക്കുക. ഓക്കെ. അപ്പോൾ ഇതേമാതിരി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു ദിവസത്ത് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.